തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിലെ ഇരുനിലം ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാലസംബന്ധമായ അസുഖങ്ങൾക്ക് പപ്പടം ചവിട്ടി പൊട്ടിക്കുന്ന ക്ഷേത്രമാണിത്. കാലിലെ ആണിരോഗവും വേദനകളും മാറാൻ പപ്പടം ചവിട്ടൽ വഴിപാട്, മുടി കൊഴിച്ചിലിന് ചൂല് ഒഴിഞ്ഞുവെക്കൽ, ശ്വാസം മുട്ട് മാറാൻ പാട്ടയും കയറും. മുകളിലേക്ക് ചെന്നാൽ നമുക്കൊരു മുനിയറ കാണാം. കാഴ്ചകളിലേക്ക് പോയാലോ? ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗുഹയ്ക്ക് മുകളിലുള്ള പാറയിൽ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മുനിയറകളുണ്ട്. ഇനി 400 മീറ്റർ മുകളിലേക്ക് കയറണം. 9-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ നിർമ്മിതി. പ്രായമായവർക്കും കാൽവേദനയുള്ളവർക്കും ഇത് കയറുവാൻ പ്രയാസമാണ്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തു നിന്നും പിൻഭാഗത്തു നിന്നുമുള്ള പാറയിൽ കൂടെ നമുക്ക് മുകളിലേക്ക് എത്താം. ആദ്യമുള്ള പടികൾ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് അതിൻ്റെ ഘടന കിടക്കുന്നത്. മുകളിലുള്ള കാഴ്ചകൾ എല്ലാവരുടെയും മനം കവരുന്നതാണ്. മുനിയറ കാണാനായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് കുറച്ചുകൂടി പച്ചപ്പുള്ളതായിരിക്കും, പക്ഷെ വഴുക്കൽ ഉണ്ടായിരിക്കും. ചെറിയൊരു ട്രക്കിംഗ് ആണിത്. ഓരോ ഭാഗവും താണ്ടിക്കഴിയുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന സന്തോഷം വളരെ വലുതാണ്. ആത്മനിർവൃതിയും. ഇനി ആ ഭാഗം കൂടി കയറി കഴിഞ്ഞാൽ മുനിയറെത്തും. സരിത ചേച്ചി, ഞങ്ങളുടെ ടൂർ ഓർഗനൈസർ, എൻ്റെ ചങ്കത്തി വാണി, അവൾ കാരണമാണ് ഈ യാത്രയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. മുകളിൽ നിന്ന് 360 ഡിഗ്രി ആംഗിളിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ അത്രയും മനോഹരമാണ്. ആ കാണുന്നതാണ് മൂലസ്ഥാനം. അവിടെ നിന്ന് പ്രാർത്ഥിച്ച പാപമോക്ഷം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളുടെ കൂടെ വന്ന പ്രായമായ അമ്മമാർക്കും കയറാൻ പറ്റാത്തവർക്കുമായി ഈ കാഴ്ചകൾ ഞാൻ സമർപ്പിക്കുന്നു. ഹർ മഹാദേവ്. മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കാഴ്ചകളിലേക്ക് ഈ പ്രദേശം മാത്രം ഏകദേശം 100 ഏക്കറോളം വരും. ബാക്കിയുള്ള പ്രതിഷ്ഠകൾ അവിടെ വസിച്ചിരുന്ന മുനിമാർ ആരാധിച്ചിരുന്നതാണ്. ഇരുനിലംകോട് പാറ എന്നറിയപ്പെടുന്നു. സായാഹ്നങ്ങളിൽ ഇവിടെ കയറി എത്തുമ്പോഴും ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കിട്ടുമ്പോഴുള്ള സന്തോഷവും ആത്മനിർവൃതിയും ഒന്ന് വേറെ തന്നെയാണ്. ഫോട്ടോഷൂട്ടിനായും ഈ സ്ഥലം ആൾക്കാർ പ്രയോജനപ്പെടുത്തുന്നു. ആ ദൂരെ കാണുന്ന ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഞാൻ അത് സൂം ചെയ്ത് കാണിക്കാം. നമ്മൾ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അസ്തമയ സമയമായി. ഞങ്ങൾ പതിയെ താഴേക്ക് ഇറങ്ങിത്തുടങ്ങി. ഇറങ്ങുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക്. ചെങ്കുത്തായ പാറയാണ്. കയറി വന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തു കൂടിയാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നത്. അതുവഴി നമുക്ക് 2 വഴിയും എക്സ്പീരിയൻസ് ചെയ്യുവാൻ പറ്റും. മഴക്കാലത്ത് നല്ല തെറ്റൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അമ്പലത്തിൻ്റെ മുമ്പിലെ സൈഡിൽ കൂടി കയറി നമ്മളുടെ പുറകുവശത്തെത്തിയിരിക്കുന്നു ഗൈസ്. മഹാദേവൻ്റെ ഘടന അപൂർവവും വിചിത്രവുമാണ്. മറ്റെങ്ങും കാണപ്പെടില്ല. എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവായ ദക്ഷിണാമൂർത്തി ഒരു പീഠത്തിലിരുന്ന് ഒരു കാൽ മറുകരയിൽ ഉറപ്പിച്ച് തല അല്പം ഉയർത്തി ശരീരം പിന്നിലേക്ക് ചാരി ഭക്തരെ നോക്കുന്നു. 4 കൈകളിലും പരമ്പരാഗത ചിഹ്നങ്ങൾ. തലയിൽ തിളങ്ങുന്ന കിരീടം. മഹാദേവാ, മനസ്സ് നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെയും പിന്നെയും നമ്മെ മാടി വിളിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്ന്. മനസ്സില്ലാ മനസ്സോടെ ഞങ്ങളേവരും അവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോഴും ബാക്കിയുള്ളവർ കയറുന്നുണ്ടായിരുന്നു.